ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മൈ വേൾഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. ഞങ്ങൾ രണ്ട് ഫാമിലിയായിട്ട് പൊന്മുടി പോയിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അന്നെടുത്ത വീഡിയോ ആണ്. കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ വിഷുവിൻ്റെ അന്നാണ് കേട്ടോ. അതാണ് ഫ്രണ്ടിൽ ആ ഒരു കോലമൊക്കെ കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വിഷുവിന് കണിയൊക്കെ ഒരുക്കിയിട്ട് ഞങ്ങളുടെ ഓണർ ഇതുവരെ കോലമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. ഞങ്ങൾ ഇതുപോലെ ഒരു ട്രാവലറിലാണ് പോയത്. കാറിലൊക്കെ പോകണമെങ്കിൽ 2 കാറിലായിട്ടൊക്കെ പോകണ്ടേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊരു ട്രാവലറൊക്കെ വിളിച്ചിട്ട് ഇതുപോലെ പോകുകയാണെങ്കിൽ എല്ലാവരും കൂടെ പോകുമ്പോൾ ഒരു വൈബാണല്ലോ. അപ്പോൾ ഇതുപോലെ ട്രാവലറൊക്കെ വിളിച്ചാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, വലിയ ദൂരമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് ഈ ഒരു പൊന്മുടി. രാവിലെ ഞങ്ങളൊരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി കേട്ടോ. 9 മണിക്ക് ഇറങ്ങിയാൽ ഞങ്ങളൊരു നേരത്തെ അങ്ങ് എത്തുമല്ലോ എന്നുള്ള രീതിക്കാണ് പോയത്. അപ്പോൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാമല്ലോ. സത്യം പറഞ്ഞാൽ പൊന്മുടിയിൽ പോയ ആ ഒരു ട്രിപ്പ് നമുക്ക് അടിപൊളിയായിരുന്നു. എല്ലാവരും കൂടി ഉള്ള നല്ല വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിള്ളേരൊക്കെ നല്ല രീതിയിൽ പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്ത് ഡാൻസൊക്കെ കളിച്ചു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പൊന്മുടിയിൽ അത്യാവശ്യം നല്ല മഴയായിരുന്നു. മഴ മാത്രമാണെങ്കിലും സഹിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഇടിയും മിന്നലും തുടങ്ങി. നമ്മുടെ സാധാരണ രീതിയിലുള്ള ഇടിയും മിന്നലും അല്ല, നമ്മൾ മുകളിലല്ലേ നിൽക്കുന്നത്. മല മുകളിലായതുകൊണ്ട് തന്നെ ഇടിയുടെ സൗണ്ടും കൂടുതലാണ്. മിന്നൽ വരുമ്പോൾ കറക്റ്റ് ആ ഒരു തീ വരുന്ന പോലെയാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഞങ്ങൾ ഓൾറെഡി പൊന്മുടി പോയിട്ടുണ്ട്, 2-3 പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവരൊക്കെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് എക്സ്പെക്റ്റേഷനുമായിട്ട് പോകണം. നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്തു, അല്ലാതെയായിട്ടൊക്കെ ഉള്ള എക്സ്പെക്റ്റേഷൻ കുറേ മനസ്സിൽ വെച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് നമുക്ക് പോയത് അല്ല, പട്ടിച്ചന്തയ്ക്ക് പോയതുപോലെ എന്നുള്ളതിലേക്ക് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് തിരിച്ചു വന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ മീൻമുട്ടിയിലിറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് പിള്ളേരെ കുളിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അവിടെ ഒരു ചെറിയ വാട്ടർഫോളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ടൊക്കെ പോകുമ്പോൾ പിള്ളേർക്ക് ഹാപ്പി ആവുമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെയാണ് കേട്ടോ ഫസ്റ്റ് ഇറങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് ഈ ബസ്സൊന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നടന്ന് പോകണം. അപ്പോൾ അത് ഇവിടെ ഒരു ടൈഗറിനെയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമാണ്. ഇങ്ങനെ നമുക്ക് ഈ ചീവിടിൻ്റെ സൗണ്ടും അല്ലാതെ തന്നെ കിളിയുടെ കലവിൻ്റെ സൗണ്ടും ഈ വെള്ളം വീഴുന്നതെല്ലാം കൂടി കൂട്ടിയിട്ട് അടിപൊളിയായിട്ട്. വെള്ളം ഒരുപാടുള്ളൊരു ടൈമല്ല, വെള്ളം വളരെ കുറവാണ്. പിന്നെ നല്ല മഴയുള്ള സമയമൊക്കെ ആണെങ്കിൽ ഇവിടെ ഭയങ്കര ഡേഞ്ചറുമാണ് കേട്ടോ. എപ്പോഴാണ് ഈ ഒരു മലയിൽ നിന്ന് പൊട്ടിയിട്ട് വരുവാമെന്നും അറിയത്തില്ല. അതുകൊണ്ട് ആ ഒരു സമയത്ത് ഭയങ്കര ഡേഞ്ചറാണ്. ഇവിടെ വന്നാലുള്ളൊരു പ്രധാന പ്രോബ്ലം എന്താണെന്നറിയോ? ഈ പൊന്മുടിയിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് നല്ല ഹോട്ടലുകളോ ഒന്നും ഉണ്ടാവത്തില്ല. ഈ പൊന്മുടി ഹൈ റേഞ്ച് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. ഇവിടെ വരുന്നവരൊക്കെ ഫുഡ് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചോറൊക്കെ വെച്ച് പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ വെച്ചിട്ട് തന്നെയാണ് കഴിക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല, ഇവിടെ വന്ന ഒട്ടുമുക്കാൽ ആളുകളും ലഞ്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഞങ്ങളാണ് ഇലയിൽ പൊതിഞ്ഞ്. ഇത് എനിക്കും മോക്കും ഉണ്ടല്ലോ. ഞങ്ങൾക്ക് വേറെ കറികളൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ ചിക്കൻ കറി മാത്രമേ ഇട്ടുള്ളൂ. അതായത് പരിപ്പ്, അവിയൽ ഒക്കെ വെച്ചിട്ടുണ്ടാകും കേട്ടോ. അച്ചാറൊക്കെ ഉണ്ടാകും. ഞങ്ങൾക്ക് ഈ ഒരു ചിക്കൻ കറി മാത്രം മതി. ഞാനും മോളും ഞങ്ങൾക്കതാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങളത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവിടെ ഓരോ കല്ലിൻ്റെ പുറത്തായിട്ടൊക്കെ ഓരോരുത്തർ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ കുടിക്കാനുള്ള വെള്ളവും അതുപോലെ തന്നെ ചോറും ഇങ്ങനെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടായിരുന്നു കേട്ടോ വന്നത്. അപ്പോൾ കുറച്ച് പരിപ്പ് എനിക്ക് തരാൻ പറഞ്ഞിട്ട് കുറച്ച് ഒഴിച്ച് എന്താണ് ഞങ്ങളുടെ കൂടുന്നവർ പരിപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ വേസ്റ്റൊക്കെ കളയാനായിട്ട് അവിടെ തന്നെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കളഞ്ഞു. പിന്നെ ഇതേ വെള്ളം എന്ന് വെച്ചാൽ ഐസ് വാട്ടർ എങ്ങനെ ഇരിക്കുക അതുപോലായിരുന്നു കേട്ടോ. ഭയങ്കരമുള്ള തണുപ്പാണ്. ഭയങ്കര ആളെന്നൊന്നും പറയത്തില്ല, ആൾ വളരെ കുറവായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ എൽഡേഴ്സ് ആരും വെള്ളത്തിൽ ഇറങ്ങിയിട്ടൊന്നുമില്ല. പിള്ളേരും മാത്രമായിട്ട് വെള്ളത്തിൽ ഇറങ്ങി ഒരുപാട് കുളിച്ചു വിട്ടു. മോനും മോളും പിന്നെ ഫ്രണ്ടിൻ്റെ മോളും ഒക്കെ നല്ല രീതിയിൽ ഇവിടെ കുളിച്ചിട്ടുണ്ടായിരുന്നു. നീന്തിയൊക്കെ കുളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ മഴ ചെറിയ രീതിയിൽ തൂറ്റി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പെട്ടെന്ന് ഇറങ്ങാം, കാരണം മഴ തുടങ്ങിയപ്പോൾ ഹൈ റേഞ്ച് കയറ്റി വിടത്തില്ല. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അതേ ആ ഒരു സമയത്ത് മഴയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നു. നമ്മൾ ഭയങ്കര ഹാപ്പിയായിരുന്നു മഴ വന്ന് പോയല്ലോ എന്നൊക്കെ കരുതിയിട്ട്. അപ്പോൾ ഹൈ റേഞ്ച് അവിടെ ഹെയർ പിൻസൊക്കെ കയറി ഇറങ്ങി. ഹെയർ പിന്ന് കയറുമ്പോൾ അറിയാമല്ലോ, ചെറിയ ചെറിയ ഹെയർ പിൻസ് ആണെങ്കിൽ പോലും നമ്മുടെ ചെവി പെട്ടെന്ന് അടഞ്ഞു വരും. അപ്പോൾ അതിൻ്റെ ആ ഒരു അസ്വസ്ഥത എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെവി അടയുന്നുണ്ട് എന്നൊക്കെ. പെട്ടെന്ന് തന്നെ ഈ ഒരു ക്ലൈമറ്റൊക്കെ പെട്ടെന്ന് അവിടെ അങ്ങ് ചേഞ്ചായേ. പെട്ടെന്ന് ആ ഒരു മന്ദാരം കണക്കൊക്കെ വന്നിട്ട് മഴ പെട്ടെന്ന് അങ്ങ് തുടങ്ങി. ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചു അങ്ങ് കുറയുമെന്ന് വിചാരിച്ചു. കുറേ സമയം വണ്ടി തന്നെ ഇരുന്നു, നമ്മൾ പുറത്തിറങ്ങാതെ വണ്ടി തന്നെ ഇരുന്നു. പിന്നെ ഒരു 5 മിനിറ്റോളം ഒന്ന് കുറഞ്ഞു.
ആ ഒരു 5 മിനിറ്റോളം കുറഞ്ഞ ആ സമയം കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് സ്റ്റാർട്ടിങ് ചെന്ന് കയറുമ്പോൾ ഒരു റോഡുണ്ട്. ആ റോഡിൽ നിന്നൊരു ഞങ്ങളൊരു കുറച്ച് ഫോട്ടോസ് എടുത്തു കേട്ടോ. ഒരു ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും മഴ തുടങ്ങി. പിന്നെ നമ്മൾ അവിടെ തന്നെ ഒരു ഷെഡിൽ കയറി നിന്നൊരു വെയിറ്റിംഗ് ഷെഡ് പോലെ അവിടെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറി നിന്നു. അപ്പം മഴ കുറയും എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മളിപ്പോൾ അങ്ങനെ നോക്കി നിന്നു. പക്ഷേ മഴ കുറയുന്നതിന് പകരമായിട്ട് ഭയങ്കരമായിട്ട് ഇടിയായിരുന്നു കേട്ടോ. ഇടിയെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ ഒരു ഇടി, നമ്മൾ ഈ മലമുകളിലാകുമ്പോൾ ആദ്യം അവിടെയാണല്ലോ ഇടിയും മഴയും ഒക്കെ ആദ്യം വരുന്ന അവിടെ ആയിരിക്കുമല്ലോ. അപ്പോൾ നല്ല രീതിയിൽ മഴ ഉണ്ട്. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ നല്ല ഹാപ്പി ആയിരുന്നു. കാരണം വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു റോഡിലാണ് നിന്നെന്ന് പറഞ്ഞാൽ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത്, അത്ര മാത്രമാണ് ഇത്. ആ സമയത്ത് കുറച്ച് കോളേജിലെ പിള്ളേർ ലഹരി വിരുദ്ധ പോസ്റ്ററായിട്ടൊക്കെ വന്ന് കുറച്ച് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ജാതിയായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് നിൽക്കുമായിരുന്നു. ഒരു 5 മിനിറ്റേ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഹാപ്പി ആയിട്ട് നിന്നത്. അത് കഴിഞ്ഞ് ഭയങ്കരമായിട്ടുള്ള മഴ, ഇതൊക്കെ മഴ പെയ്ത് അവർ മഴ കണ്ടതോടുകൂടി നമ്മളെല്ലാം പിന്നെ അങ്ങ് ഡൗൺ ആയിട്ടത് ഭയങ്കര മഴയായിരുന്നു. അവരതിന് ശേഷം അവിടെ അങ്ങ് അടച്ചു കളഞ്ഞു. പിന്നെ അങ്ങോട്ടൊന്നും ആർക്കും പോകത്തില്ല. വേണമെങ്കിൽ നമുക്ക് റിസ്ക് എടുത്തൊക്കെ പോകാൻ പറ്റും. പക്ഷേ നമ്മൾ ഫാമിലിയായിട്ട് വരുമ്പോൾ അത്ര റിസ്ക് ഒന്നും ആക്കത്തില്ല. പയ്യന്മാരൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ പേടിയായിപ്പോയി. ഇടിമിന്നലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിലൊന്നും കാണുന്നില്ല, നല്ല കോട വന്നു, ഒന്നും കാണത്തില്ല. പിന്നെ അതേ ഞങ്ങൾ ബസ്സിൽ കയറി അതുപോലെ തിരിച്ച് ഹൈ റേഞ്ച് ഇറങ്ങുവാണ്. എല്ലാവരും ഭയങ്കര വിഷമത്തോടു കൂടിയാണ് ഇറങ്ങിയത്. പിന്നെ നമ്മൾ മനസ്സിൽ തന്നെ പറഞ്ഞു പഠിപ്പിച്ച് അടുത്താണല്ലോ എപ്പോഴും വരാമല്ലോ, ഇനി ഓണത്തിന് വരാമെന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ പറഞ്ഞ് പഠിപ്പിച്ച് ഒരു സമാധാനപ്പെടുത്തി തിരിച്ചിറങ്ങിയിട്ട് തിരിച്ച് വരുന്ന വഴിയിൽ ഒരു തേയിലയൊക്കെ വിൽക്കുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന് എനിക്ക് കുറച്ച് ഗ്രീൻ ടീയും അതുപോലെ തന്നെ അല്ലാത്ത തേയിലയൊക്കെ വാങ്ങി. പിന്നെ മാങ്ങ ഉപ്പിലിട്ടതൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ വരുന്ന വഴി ഞങ്ങളൊരു ഹോട്ടലിൽ ഇറങ്ങി ഡിന്നറും കൂടി കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരുപാട് സങ്കടത്തോടു കൂടി നമ്മൾ ഹൈ റേഞ്ച് ഇറങ്ങിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഇത് ഒരുപാട് തവണ ഞാൻ ഇടണോ വേണ്ടെന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിന്നതാണ്. അപ്പോൾ എന്നോട് ഞാൻ എൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടാണല്ലോ, അപ്പോൾ അതിലിങ്ങനെ കമൻറ്റിൻ്റെ ഫുൾ വീഡിയോ എവിടെ, ഫുൾ വീഡിയോ ഇട്ടെന്ന് ചോദിച്ചുകൊണ്ട് ഇട്ടതാണ്. അപ്പോൾ ഇത്രയോട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു.